ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് വേറെ കുറച്ച് കഥകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരാളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് സസ്പെൻസ് ഒന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അമ്മയ്ക്ക് പുല്ലംകുളം സ്കൂളിൽ യൂണിഫോമിൻ്റെ വർക്ക് കിട്ടി. അങ്ങനെ യൂണിഫോമിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞപ്പം അമ്മക്ക് അതിൽ നിന്ന് കുറച്ച് ലാഭമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോടും ചേട്ടനോടും ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഫോൺ മതി എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ CID മൂസയിൽ ഭാവനയുടെ കയ്യിലിരിക്കണ പോലത്തെ ഒരു പോമറേനിയൻ പട്ടിക്കുട്ടീനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ കുറേ നോക്കി ഒരു പട്ടിക്കുട്ടീനെ കണ്ടുപിടിച്ചു. അത് കാഞ്ഞൂര് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നു വെച്ചത്. അങ്ങനെ അമ്മയും ചേട്ടനും കൂടെ പോയി അവനെ കൊണ്ടുവന്നു. അപ്പം അവൻ ഒറിജിനൽ പോമല്ല, അവൻ പോമും മിനിയേച്ചറും മിക്സാണ്. നോർമൽ പോമാണെങ്കിൽ മൂക്ക് കണ്ടിട്ട് ഒരു പിങ്കിഷ് കളറായിരിക്കും. ഇവന് പക്ക ബ്ലാക്ക് ആണ്, ഫുൾ വൈറ്റ് ആണ്, നമ്മുടെ ഈ പഞ്ഞിമുട്ടായി പോലെ ഇരിക്കും. അപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവൻ. സോ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. അമ്മ ഞാനൊന്ന് നോക്കിക്കൊണ്ടിരുന്ന വെച്ചത്. രാത്രിയാകുമ്പോൾ അവൻ അവൻ്റെ അമ്മേനെ കാണാണ്ട് ഭയങ്കരമായിട്ട് കരയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ ഒരു ഡോഗിനെ മേടിക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം അവരതൊക്കെ ട്രെയിൻ ചെയ്ത് അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് തരണുണ്ട്. അവിടെ അത്രയും സീനില്ല. അപ്പം അന്ന് അമ്മയായിരുന്നു അവൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി, അമ്മയുടെ തൊട്ടടുത്ത് തന്നെ ബാസ്ക്കറ്റിൽ വെച്ചിട്ടൊക്കെയാണ് നോക്കി വെച്ചത്. പിന്നെ അവൻ ആദ്യമൊന്നും അങ്ങനെ കുരക്കൊന്നുമില്ലായിരുന്നു, കാരണം അവൻ്റെ ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഇങ്ങനെ ബബു കച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് അവനിങ്ങനെ കുറച്ച് അങ്ങനെ വന്നു. ഓക്കെ, അവൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പം എൻ്റെ ഭയങ്കര പെറ്റായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കണത്, ഫുഡ് പരീക്ഷിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇതായിരുന്നു അത്. എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യും, എന്നിട്ട് അമ്മയുടെ അടുത്ത് നല്ലതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് വെളിച്ചെണ്ണ പഞ്ചസാര ഇതെല്ലാം തീർക്കലാണ് പണിയെന്നും പറഞ്ഞുകൊണ്ട്. എന്നാലും ഇടക്ക് കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ എന്നിട്ട് അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് സക്സസ് ആകുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാൻ എന്ത് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിക്കണത് ഇവനായിരുന്നു. ഞാൻ എന്തുണ്ടാക്കിക്കോട്ടെ, ഇപ്പം കേക്ക് ആയിക്കോട്ടെ, എന്തുണ്ടാക്കിയാലും അത് എന്നെ കഴിച്ച് സഹായിക്കുന്ന ഒരാളായിരുന്നു. നല്ല ടേസ്റ്റോടുകൂടി കഴിച്ച് സഹായിക്കുന്ന ഒരാളായിരുന്നു അവൻ. അങ്ങനെ അവൻ മാത്രം അവൻ ഇഷ്ടപ്പെടുന്ന രീതിക്കല്ല കേട്ടോ, ഞാൻ അത്രയും മോശമായിട്ടൊന്നും അല്ല ഫുഡ് ഉണ്ടാക്കാറ്. അവൻ ഏറ്റവും നല്ല ഫുഡ് കഴിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അവൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാലത്ത് തന്നെ നല്ല തണുത്ത പാലില് നല്ല ചോറും പിന്നെ അതേപോലെ തന്നെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താലേ അവൻ കഴിക്കുള്ളൂ. ആ ഒരു എന്താ പറയുക, അതിലിട്ട് ഇനി ഏലക്കയും കാഷ്യൂസും മുന്തിരിയും മാത്രമേ ഇടാണ്ടുള്ളൂ ഒരു പായസത്തിനുള്ള ഇതിന്. ആ ഒരു പായസം ലെവലിലുള്ള ഫുഡാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും ടേസ്റ്റ് നോക്കുന്ന ആളാണ് ഞാൻ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങൾ കഴിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ തന്നെയല്ല, വീട്ടിലെല്ലാവർക്കും എൻ്റെ പാചകത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. എന്താ പറയുക, ഷെഫാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ ഞാൻ എന്നെ പറ്റി അങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ അത്രയും വലിയ പെറ്റായിരുന്നു അവൻ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു +1 +2 പഠിക്കുമ്പോൾ ഞാൻ എന്താ പറയുക, എനിക്കൊരു 12 മണി 12:30 ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഇവൻ ഷൂ 1 2 ഒന്നും അവൻ്റെ കൂട്ടിൽ സാധിക്കില്ല. അപ്പം അവൻ കാലത്ത് ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് TV കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഈ സമയമാകുമ്പോഴത്തേക്കും ഇവൻ കിടന്ന് ഒക്കെ പറഞ്ഞ് വിളിക്കും. അവന് ഓരോന്നിനും ഓരോരോ ടൈപ്പ് കുരയാണ്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു കുര, ഇവന് ഇതേപോലത്തെ കാര്യങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ വേറൊരു കുര. അപ്പം അമ്മ മേലെന്ന് പറയും, ചിന്നു അവന് ബാത്റൂമിൽ പോകണം, അവൻ അയച്ചു വിടുമെന്ന് പറയും. അങ്ങനെ ഞാൻ അവൻ അയച്ചു വിടും. അവൻ്റെ 1 2 കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ അകത്തോട്ട് വരും. ഞാൻ ഇങ്ങനെ ഇരുന്ന് TV കാണണമെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഫാൻ്റെ നേരെ താഴത്ത് അവനും കിടക്കും. അങ്ങനെയായിരുന്നു. ഞാനെങ്ങാനും
ഇനി റൂമിൽ പോയി കിടക്കുവാണെങ്കിൽ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഉണ്ടാവും ആള്. അതേപോലെ തന്നെ ഞാൻ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവും ആള്. അപ്പം അത്രക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഞാനും അവനും തമ്മിൽ. പിന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഉണ്ടല്ലോ, അവനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടു പറ്റൂല. ഇൻ കേസ് എന്തെങ്കിലും കാര്യം കൊണ്ട് വല്ല ചോറോ എന്തെങ്കിലും സാധനം കൂട്ടിൽ മറിഞ്ഞെന്ന് വെക്കാം, അപ്പൊ നമ്മള് അവൻ കൂട്ടിൽ നിന്ന് വിളിച്ച ആളകത്തുനിന്ന് വരുത്തിച്ച് കൂട് ക്ലീൻ ചെയ്യിക്കും. എന്നിട്ട് അവൻ എവിടെയെങ്കിലും വല്ല ഗ്രില്ലിന്റെ ഇടയിൽ ഒരു തരി ചോറൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും, അതുപോലും അടിച്ച് കളയാണ്ട് അവൻ ആ കൂട്ടി കയറത്തില്ല. അങ്ങനത്തെ പ്രത്യേകതര സ്വഭാവം വരുന്നവര്. അവൻ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അവൻ കൂട്ടിക്കയറി നോക്കും എവിടെയെങ്കിലും ഉണ്ടാന്ന്. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ഇറങ്ങി താഴ്ത്തിറക്കും, അടിക്കാൻ പറയും. അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ അവന് എൻ്റെ അമ്മക്ക് ചെടീനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വീട്ടിൽ പല ടൈപ്പ് ചെടികളുണ്ട്, നല്ല വൃന്ദാവനം പോലെ ഉണ്ട് നിൽക്കണത്. പക്ഷെ അമ്മയ്ക്ക് മുല്ല എന്ന് പറയുന്ന ചെടി അമ്മ ഒരു കാലത്ത് നടത്തില്ല. അപ്പം എനിക്കാണെങ്കിൽ മുല്ലേനോട് ഭയങ്കര ക്രേസാണ്. അപ്പം ഞാൻ അങ്ങനെ എവിടെ നിന്നോ കണ്ടുപിടിച്ച് ഒരു മുല്ല കൊണ്ടുവന്ന് നട്ട് അതിങ്ങനെ വളർന്ന് വലുതായി. അപ്പം മുല്ല എന്ന് പറയുന്ന സാധനം പടരുമല്ലോ. അപ്പം രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴത്തോട്ട് ഒരു കയറ് കെട്ടിക്കൊടുത്തു. സെക്കൻഡ് നില വരെയും ഈ മുല്ല പടർന്ന് കയറി നിറച്ചും സന്ധ്യാസമയമാകുമ്പോഴത്തേനും നല്ല സ്മെല്ലാണ് സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മുല്ലമുട്ടൊക്കെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് പോയിട്ട്. പിന്നെ പള്ളിയിൽ പോണവർ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെ വയ്ക്കുമ്പം ഞാനിങ്ങനെ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് മുല്ലപ്പൂ പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണു. ഇവൻ എന്ത് ചെയ്തു, ഇവനതൊന്നും ഇവന് ഭയങ്കര ഇഷ്ടമാണ്, മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് മുല്ലപ്പൂ കഴിക്കുമായിരുന്നു. അവന് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അമ്മാമ്മ ഒരു പ്രാവശ്യം കട്ടിലിൻ്റെ ഇങ്ങേറ്റത്ത് കിടന്നിങ്ങനെ ചൊരിഞ്ഞ് കിടന്ന് അമ്മാമ്മ ഇങ്ങനെ കിടന്ന് ഉറങ്ങണമായിരുന്നു. അവൻ ചാടി കയറി അമ്മാമ്മക്ക് ഒരു ഫ്രഞ്ച് കിസും കൊടുത്തിട്ട് പോകുന്നുണ്ട്. അമ്മാമ്മ ഇട്ടിട്ടുണ്ട്, ദേ ഈ പപ്പി വന്നെനിക്ക് ഉമ്മ തന്നു പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അതേപോലെ തന്നെ അവനെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് അവൻ അമ്മ അമ്മ അമ്മയെന്ന് വിളിച്ചിട്ടാണ് കരയണം. ഡോക്ടർ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണണം, അമ്മ അമ്മയെന്ന് വിളിച്ചിട്ട് കരയണ ഒരു പട്ടീനെന്ന്. അതേപോലെ തന്നെ ഇവന് എന്താ പറയുക, ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന്. അങ്ങനെ ഞാൻ പേട ഉണ്ടാക്കി. അതും പിന്നെ അമ്മ ചേട്ടനുള്ള ചോറും പിന്നെ ചിക്കൻ കറിയും ഒക്കെ എടുത്തിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും അമ്മമ്മയൊക്കെ അമ്മ തയ്ക്കണോടത്തായിരുന്നു. അപ്പോൾ ഇവൻ എന്തായിരുന്നു വെച്ചാൽ, അതായത് ഞങ്ങൾ അകത്തോട്ട് വന്നപ്പോഴത്തേനും ഇവൻ കസേരമേ കയറി ഡൈനിങ് ടേബിളിന്മേൽ കയറി പേടയും കഴിച്ചു. ചേട്ടനെ വെച്ച ചോറും ചിക്കനും അതും അവനെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ആള് വേഗം പേടിച്ച് പോകാൻ പറഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. അപ്പം അമ്മ പറഞ്ഞു, ഇനി തല്ലിയിട്ട് എന്താ കാര്യമുള്ളത്, അവൻ കഴിച്ച് ഇനിയിപ്പം അത് അവൻ എന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊടുത്തു. പിന്നെ അവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ നമ്മൾ അമ്മക്ക് കോഴിയുടെ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. കോഴി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് തലതെറിച്ച കോഴികളുണ്ട്. അപ്പം ഇതുങ്ങളെ കഴിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾ കൂട്ടിക്കയറില്ല. അപ്പം അമ്മയുടെ ഏറ്റവും വലിയൊരു ട്രിക്കായിരുന്നു ഇവൻ അഴിച്ചു വിടുമ്പോൾ ഇവൻ ഓടി കോഴീനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് വെക്കും. അമ്മയ്ക്ക് ഇതിനെടുത്ത് ഇട്ടാൽ മാത്രം മതി. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു ഇവനെ. പിന്നെ വലിയ കോഴികളുടെ പോലെയല്ല, കുഞ്ഞിക്കോഴീനെ പിന്നെ ആള് കൊന്നു കളയുമായിരുന്നു. എന്നുവെച്ചാൽ അവനങ്ങനെ അറിഞ്ഞൂടാ, അവൻ കഴുത്തുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് ചത്തുപോകുമല്ലോ, അതെനിക്ക് അത്രയല്ലേ ഇതുള്ളൂ. അതേപോലെ തന്നെ അവനേക്കാൾ കൂടുതൽ വേറെ ആരെ സ്നേഹിക്കുന്നത് അവന് ഇഷ്ടമല്ല. ഇപ്പം എക്സ്ട്രാ വേറൊരു പട്ടി വന്നാൽ പോലും അതിനെ നമ്മൾ വല്ല പുന്നാരിപ്പിക്കുകയോ ഒന്നും ചെയ്യണം അവന് ഇഷ്ടമല്ല. അവൻ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി കളയും. പിന്നെ ഒരു പ്രാവശ്യം പാമ്പ് വന്നപ്പോൾ ഭയങ്കര കൊരയും, നമ്മൾ ആ സ്ഥലത്തോട്ട് വിടത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അവിടെ പാമ്പുണ്ടായിരുന്നു എന്ന്. അമ്മാമ്മ ശരിക്കും അങ്ങോട്ട് പോകാൻ പോയതാണ്. പക്ഷെ ഇവൻ ഒരു സ്ഥലത്തോട്ട് നോക്കി ഭയങ്കര കൊരയും കാര്യങ്ങളും. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ പാമ്പുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മളെ സേഫാക്കി വെക്കുന്ന കാര്യത്തിൽ ആള് ഫസ്റ്റ് തന്നെയാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവന് എന്താ പറയാ കയ്യിന്ന് പോയിട്ട ഞാൻ എന്താ പറയാൻ വന്നത് എനിക്ക് തന്നെ ഓർമ്മ കിട്ടണില്ല. ഇവൻ ആദ്യമൊന്നും ഇവനെ പുറത്തോട്ടൊന്നും അയച്ചു വിടത്തില്ലായിരുന്നു കേട്ടോ. ഇവനകത്ത് മാത്രമേ അയച്ചു വിടുള്ളൂ. പിന്നെ ഇവനെ ഞാനാണ് അയച്ചു വിടുന്നത്. ഞാനും അച്ഛനമ്മ ഒക്കെയാണ് ഇവനെ അയച്ചു വിടുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് നോക്കും. അപ്പൊ അമ്മാമ്മ ഒരു പ്രാവശ്യം ഇവനെ അഴിച്ചു വിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഇവൻ പുറകിലെങ്ങാണ്ട് നിൽക്കുമായിരുന്നു വീടിന്റെ അടുക്കള വശത്ത്. അപ്പൊ 2 പിള്ളേര് തയ്ക്കാൻ വരാൻ വേണ്ടി വന്നു. അപ്പൊ അമ്മാമ്മനോട് ചോദിച്ചു ചേച്ചി ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അമ്മാമ്മ പറഞ്ഞു മോനെ പപ്പ എന്നിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് പുറകിൽ നിന്ന് ഓടി വന്ന്. ഈ പിള്ളേരാണെങ്കിൽ അയ്യോ പട്ടി ഇതും പറഞ്ഞിട്ട് ഇതുങ്ങൾ ഗേറ്റ് തുറന്നിട്ടിട്ട് ഒരു ഒറ്റ. ഇവനാണെങ്കിൽ അവരുടെ പുറകെ ഓടി അവരെ വേറെ ഏതോ വീടിന്റെ ഗേറ്റിന്റെ ഉള്ളിൽ കയറ്റിച്ച് ഇവൻ. എന്നിട്ട് ഇവനെ പോയി വിളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇവനെ പപ്പീന്ന് ഫുൾ കംപ്ലീറ്റ് വിളിക്കണ്ട, പാന്ന് വിളിച്ചാൽ മതി. അവൻ അപ്പട്ടെന്ന് ഓടി വരും. കൂട്ടി കയറാൻ പറഞ്ഞാലും കൂട്ടിന്ന് ഇറങ്ങാൻ പറഞ്ഞാലും എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യും. അവനെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ പൈപ്പ് തുറന്നിട്ട് കൈക്കുമ്പിളില്ലല്ലോ, കൈക്കുമ്പിളിൽ നിറച്ച് വെള്ളം കൊടുത്താൽ അതിൽ നിന്ന് അവന് വെള്ളം കുടിക്കാനായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവന് എന്താ പറയാ, ഞാൻ പറയാൻ വന്നതെല്ലാം പറഞ്ഞു എന്ന് ഞാൻ തോന്നുന്നു. പിന്നെ ഇവന് ആദ്യമൊന്നും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുന്നൊക്കെ വരെ ഇവന് ആദ്യമൊന്നും അങ്ങനെ വെളിയിലോട്ടൊന്നും അയച്ചു വിടാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവനെ ഒരു പ്രാവശ്യം ഇവന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഭയങ്കര വിഷമമാണ്. അവിടെ ഒരു ബേക്കറിയിൽ ഒരു ചേച്ചിയുണ്ട്. അപ്പം ആ ചേച്ചിക്ക് ഒരു പോമറേനിയൻ പട്ടിയുണ്ട്. അപ്പം ഇവരെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഇവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വിതുമ്പി നിൽക്കണ പോലെയാണ് നിൽക്കണത്. അവനങ്ങനെ നിൽക്കണ്ട എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ആ ചേച്ചി വിളിച്ച് ലീന അവനെ വന്ന് കൊണ്ടോക്കോട്ടോ, അവന് നല്ല മനോവിഷമമുണ്ട്, അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവനെ നമ്മൾ അപ്പം തന്നെ കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ കല്യാണത്തിന് മുന്നേ നടന്ന കാര്യങ്ങളാണ്. കല്യാണത്തിന് ശേഷം അവയും ഇവനുമായിട്ട് നല്ല കൂട്ടാണ്, ഓടിച്ചിട്ടൊക്കെ കളിക്കും ഇവര് തമ്മിൽ. അപ്പം ഇവൻ്റെ എന്ന് വെച്ചാൽ ഇവൻ ഒരു പ്രാവശ്യം അഴിഞ്ഞു പോയപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ക്രിസ്ത്യൻസ് ആണ്. അവരുടെ റിലേറ്റീവ്സ് ഒക്കെ പുത്തമ്പള്ളി, ഓളനാട് ആ ഭാഗത്തൊക്കെയാണ്. അപ്പം ഒരു പ്രാവശ്യം ഇവൻ അഴിഞ്ഞു പോണ കണ്ടപ്പോൾ അവര് പോണ വഴിക്ക് കണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഇത് ലീന ചേച്ചിയുടെ വീട്ടിലെ പട്ടിയല്ലേ, അങ്ങനെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ പോയി കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇവനെ ഗേറ്റിന്റെ അകത്തായിരുന്നു അഴിച്ചു വിട്ടിരുന്നത് വെച്ചത്. പിന്നെ തൊട്ട് ഇവൻ ഈ ഗേറ്റിന് പുറത്തോട്ട് അഴിച്ചു വിടുമ്പോൾ ഇവൻ പറമ്പിൽ കുറേ പുല്ല് കൂടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയാണ് ഇവൻ മൂത്രമൊഴിക്കുക. സോ അപ്പൊ അങ്ങനെ പല കാട്ടിലോട്ടും ഇരുട്ടത്തൊക്കെ കയറി പോവായിരുന്നു. അപ്പൊ പിന്നെ ഒരു ദിവസം എന്താ പറയാ, ഇവൻ മരിച്ചുപോയി. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജാൻവിയുടെ കൈ ഡോറിൻ്റെ ഇടയിൽ പെട്ടു. ഞങ്ങൾ വിചാരിച്ചു അവളുടെ കൈ പോയി എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു 10:11 SRM ഹോസ്പിറ്റൽ, ആദ്യം വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ SRMൽ പോയി. അവിടെ പോയി അയാൾ ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്തു. പിന്നെ സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ സ്റ്റിച്ചിട്ട് പിന്നെ അയാൾ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അവൾക്ക് വേദന എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു നല്ല വേദന എടുക്കും, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ രാവിലെ 5 മണിക്കാണ് വീട്ടിൽ വരണം കേട്ടോ. അപ്പം ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഞാൻ വിഷമിച്ച് ഇവളെ കെട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു. അപ്പം അബീനെ അമ്മ വിളിച്ചു. അപ്പൊ അമ്മേനോട് ഇവളുടെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തില് അമ്മ പറഞ്ഞു ഇങ്ങനെ പപ്പി പോയി എന്ന് പറഞ്ഞു. അപ്പൊ അബിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് അബിന്റെ അടുത്ത് പറഞ്ഞു അനു പപ്പി പോയി എന്നും പറഞ്ഞ അബി ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ജാൻവിക്ക്
ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ അവൻ പോയതിൻ്റെ ആ ഒരു വിഷമം എനിക്കങ്ങനെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ജാൻവിക്ക് ഇങ്ങനെ ഇരിക്കണ്, അവിടെ പ്ലാസ്റ്റിക് സർജറി കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ മരിച്ചത് എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു വിഷമം എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് അതിന് മുന്നേ വേറൊരു കാര്യം പറയാം. എൻ്റെ പപ്പിയുടെ കൈയോ കാലോ എന്തോ വയ്യാണ്ടായി. അവൻ ഞൊണ്ടിയാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവനവശതയൊക്കെ വന്നത്. എന്നിട്ട് അമ്മ അവനെ എന്തോ ഇടിക്കാൻ നോക്കിയപ്പോൾ അവന് വേദന എടുത്തപ്പോൾ അവനെ കടിക്കാൻ പോയി. കടിച്ചൊന്നുമില്ല, കടിക്കാൻ പോയി. പിറ്റേ ദിവസം അവൻ പച്ചക്കളറിൽ എന്തോ ഛർദിച്ച് ചത്തുപോയി. എന്നിട്ട് അമ്മ ആരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവന് വിഷം തീണ്ടിയതാണ്, പാമ്പ് എന്തോ കടിച്ചിട്ടാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു നാടൻ പട്ടിയാണ്. വീടിൻ്റെ പുറത്ത് പാമ്പിനെ കണ്ടു. അണലിയോ മൂർഖനെന്തോ കണ്ടിട്ട് ഇവൻ ഭയങ്കരമായിട്ട് കുറച്ച് അതിനെ അടിക്കുക എന്താണ്ടും ചെയ്തു. അത് അതിൻ്റെ മാളത്തിൽ കയറിപ്പോയി. അപ്പം ഇവൻ മാളത്തിൻ്റെ ഉള്ളിൽ മുഖം കയറ്റിയപ്പോൾ മുഖത്തിട്ട് പാമ്പ് കൊത്തിന്ന് കടിച്ചു. ആ പാമ്പ് കടിച്ച്. എന്നിട്ട് ഇവൻ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരപ്പം തന്നെ ഇവനെ വണ്ടിയൊക്കെ വിളിച്ച് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ ആ കടിച്ചു കൊടുത്ത് കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അവൻ തിരിച്ചു വന്നു. അവൻ ആ പാമ്പടി ഇട്ടിട്ടും അവൻ തിരിച്ചു വന്നു. അപ്പം അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ പപ്പീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന വെച്ചെങ്കിൽ അവൻ ചിലപ്പോൾ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇപ്പോഴും എനിക്ക് വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ കൂടൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്സിങ്ങാണ്. അത് വല്ലാത്തൊരു ഇമോഷനാണ്. കാരണം അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇപ്പോഴും അവൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലാവും. കാരണം ചിലപ്പോൾ ഒന്നും കൊണ്ടുപോയിരുന്ന വെച്ചെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ. അതുകൊണ്ടിട്ട് ഈ മനുഷ്യന്മാരെക്കാളും എപ്പോഴും ഇഷ്ടം ഡോഗ്സിനോടാണ്. അത് കിറ്റൻസ് എന്ന് പറയുന്നില്ല, കിറ്റൻസിനേക്കാളും ഒക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് ഡോഗ്സിനോടാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അത് അവർ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഭയങ്കര ഇമോഷണലായി. ടാറ്റാ ബൈ ബൈ.